സ്ഥാനാന്തരവും ദൂരവും തുല്യമാകുമോ? സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഒന്നായിരിക്കുമോ? ഒന്നിനേക്കാൾ ചെറുതായിരിക്കുമോ? വലുതായിരിക്കുമോ? ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ്? ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ക്യാച്ചറിൻ്റെ ഫിസിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഫിസിക്കൽ സയൻസ് എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ, എന്തായാലും കോമ്പറ്റീഷൻ ലെവൽ നല്ലോണം കൂടും. അപ്പോൾ അതുപോലെ എല്ലാവരും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരാനും അത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനും പറ്റൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. സിലബസ് എല്ലാവരും നോക്കിയിരുന്നെന്ന് വിചാരിക്കുന്നു. നോക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കുക. അതിൽ നമുക്കറിയാം, നോക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെയും അതുപോലെ തന്നെ സമചലനത്തിലുള്ള വസ്തുവിൻ്റെയും സ്ഥാനസമയ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. എക്സ് ആക്സിസിൽ സമയം, വൈ ആക്സിസിൽ സ്ഥാനം, ദൂരം. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ദൂരത്തിൻ്റെ മീറ്റർ. അറിയാം, നമുക്ക് നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ എന്തായിരിക്കും, സമയം കൂടുന്നുണ്ട്, സ്ഥാനത്തിനൊരു മാറ്റവും ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. അതാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ഗ്രാഫ്. അതുപോലെ തന്നെ സമചലനത്തിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം ഒന്നായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, ഒന്നിനേക്കാൾ വലുതായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രകാരം ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമായിരിക്കും സ്ഥാനാന്തരം പറയുമ്പോൾ, അല്ലേ? സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം, സ്ഥാനാന്തരത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്ഥാനാന്തരം ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ അതിൻ്റെ റേഷ്യോ ആണ് എടുക്കുന്നത്, സ്ഥാനാന്തരം ഡിവൈഡ് ബൈ. നെക്സ്റ്റ് വേഗവും പ്രവേഗവും, സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇപ്പോൾ ദൂരവും അതുപോലെ തന്നെ സ്ഥാനാന്തരം പറഞ്ഞ പോലെ തന്നെയാണ് വേഗവും പ്രവേഗവും. ഒന്ന് അദിശവും ഒന്ന് സദിശവുമാണ്. വേഗവും പ്രവേഗവും, സ്പീഡ് ആൻഡ് വെലോസിറ്റി. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം. അപ്പം ദൂരം ബൈ സമയം, നമുക്ക് ഇക്വേഷൻ പറയുമ്പോൾ അറിയാലോ, വേഗതേൻ്റെ യൂണിറ്റാണ് ദൂരം ബൈ സമയം. ദൂരം ബൈ സമയം കാണാം. ഇപ്പോൾ വേണമെങ്കിൽ പ്രോബ്ലം എല്ലാം ചോദിക്കാം. ദൂരം ബൈ സമയമാണ് വേഗം എന്ന് പറയുന്നത്. വേഗതേൻ്റെ യൂണിറ്റ്